ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവം തരുന്ന വലിയ അനുഗ്രഹമാണ് മാനസാന്തരം. അത് നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം സമാധാനപൂർണമായിരിക്കും, സ്നേഹം നിറഞ്ഞതായിരിക്കും, ദൈവത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനും കഴിയും. അതിനാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ മുഴുവൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ എന്ന്. യേശുവിന്റെ പ്രധാന ശിഷ്യനായ പത്രോസിനെ പറ്റി ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. ഇതിന് കാരണം എന്തേ എന്ന് ചോദിച്ചെന്നാൽ, ഒരു രാത്രി മുഴുവൻ ഗലീല കടലിൽ മീൻ പിടിക്കുവാൻ വേണ്ടി അധ്വാനിച്ചു. നേരം പുലരുന്നത് വരെ അധ്വാനം നീണ്ടു നിന്നെങ്കിലും അവർക്ക് യാതൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അധ്വാനിക്കുന്നതിന് ഫലം നമുക്കപ്പോൾ ലഭിച്ചില്ല എന്നിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തെ നിരാശ കയറി മൂടുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കാണും എന്നുള്ളതാണ്. എന്നാൽ യേശു പറഞ്ഞ വാക്ക് പത്രോസ് അനുസരിച്ചത് കാരണം പത്രോസിന് വല നിറയെ മത്സ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ആ മനുഷ്യന്റെ മുഖത്ത് നിരാശ മാറിപ്പോയി, വലിയ സന്തോഷമുണ്ടായി. അപ്പോഴാണ് പറഞ്ഞത്, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്. യേശു പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കുന്നുവെങ്കിൽ, നാം അത് വിശ്വസിക്കുന്നുവെങ്കിൽ, നാം യേശു പറഞ്ഞത് ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം പരാജയപ്പെട്ടു പോകുന്ന ഇടത്ത് നമുക്ക് ധാരാളമായി തന്ന് നമ്മളെ ഉയർത്തുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ കർത്താവിന് കഴിയും എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രവുമല്ല, പിന്നീട് നോക്കുമ്പോൾ യേശുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പത്രോസായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. താഴ്ചയിൽ മാത്രമല്ല, നമ്മുടെ നിരാശ മാറ്റുക മാത്രമല്ല, നമ്മളെ ഉയർത്തുവാനും ഈ യേശു കർത്താവിന് കഴിയും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയണം. അടുത്തതായി പറയട്ടെ, യേശുവിനോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളനായ ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ താൻ അനേക പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു പാപത്തിനും ഇതേവരെ പശ്ചാത്തപിച്ചിട്ട് പോലുമില്ലാത്ത ആ മനുഷ്യൻ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനോട് പ്രകാരം പറയുവാനിടയായി, യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന്. ഏറ്റുപറയുന്ന ഏതൊരു മനുഷ്യനെയും ഉപേക്ഷിക്കുവാൻ യേശു ഒരിക്കലും തയ്യാറായിട്ടില്ല.
അവരെയൊക്കെയും യേശു ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അത് പത്രോസ് പറഞ്ഞു, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, യേശു പാപികളെ തേടി വന്ന മനുഷ്യനാണ്. പാപികളെ ഉപേക്ഷിച്ച് അവരെ നിരാശയിൽ ആക്കുവാനും നാശത്തിലേക്ക് അവരെ തള്ളിവിടുവാനുമല്ല യേശു ഈ ലോകത്തേക്ക് വന്നത്. സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്താണെന്ന് അവരനുഭവിച്ചറിയുവാൻ വേണ്ടി യേശു ഈ ലോകത്തേക്ക് വരികയും ചെയ്തത്. ഇവിടെ കള്ളൻ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ ആ വാക്കിന് മറുപടിയായി യേശു നൽകിയത്, നീ ഇന്ന് തന്നെ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്നുള്ളതായിരുന്നു. അവിടെയും യേശു ആ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുകയല്ലായിരുന്നു, തന്നോട് ഏറ്റവും അടുത്തിരിക്കും, താൻ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്നവനോട് പറയുവാനിടയായി. കാരണം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നൽപ്രവൃത്തി പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ആ മനുഷ്യൻ അറിയാമായിരുന്നു. എന്നാൽ അവസാനമായി തനിക്ക് ലഭിച്ച അവസരം താൻ വിനിയോഗിക്കുകയാണ് യേശുവിനോടുള്ള അപേക്ഷ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ. നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന്റെ മോചനത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ, നാം ഒരു ഏറ്റുപറച്ചിൽ നടത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ പരാജയപ്പെടുന്നുവോ അവിടെ നമ്മളെ ഉയർത്തുവാൻ, എവിടെ നാം നിരാശപ്പെടുന്നുവോ അവിടെ നമ്മുടെ നിരാശയെ നീക്കി നമുക്ക് സന്തോഷം നൽകുവാൻ, എവിടെ നാം തകർന്നു പോകുന്നുവോ അവിടെയൊക്കെയും നമ്മെ കൂടെ നിന്ന് നമ്മെ സഹായിക്കുവാൻ യേശുവിന് കഴിയും. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ യാചനകളും കേൾക്കുവാനും നമുക്ക് മറുപടി നൽകുവാനുമാണ് യേശു ജീവിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു ഈ ലോകത്തേക്ക് കടന്നു വന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബൈബിളിൽ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ. ചുങ്കക്കാരനായിരുന്നു. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി ചുങ്കം പിരിക്കുന്നവനായിരുന്നു സക്കായി. ആ സക്കായി ഒടുവിൽ യേശുവിനെ കാണുകയും യേശുവിനോട് സംസാരിക്കുവാൻ ഇടയാവുകയും ചെയ്തു. അന്ന് സക്കായി പറഞ്ഞത്, കർത്താവെ, ഞാൻ ചരിവായി വാങ്ങിച്ചിരിക്കുന്നതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊടുത്തുകൊള്ളുക. ആരോടെങ്കിലുമൊക്കെ ചടിവായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ 4 ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് സക്കായി യേശുവിനോട് പറയുവാൻ ഇടയായി തീർന്നു. ആ സക്കായി പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ സന്തതിയല്ലയോ എന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടി ജീവൻ സ്വയം അർപ്പിച്ച ആ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും അത് വലിയ അനുഗ്രഹമായി തീരും. ആയതിനാൽ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും എന്നേക്കും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.